സംസ്ഥാനത്തെ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുമ്പോഴും അതിനെ ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്നതിനുള്ള സംവിധാനം UDF-ന് ഉണ്ടോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. UDF-നുള്ളിലെ പ്രധാന പാർട്ടിയായ കോൺഗ്രസിനുള്ളിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും സംഘർഷങ്ങളുമാണ് എല്ലാവരിലും അത്തരമൊരു ആശങ്ക സൃഷ്ടിച്ചിരിക്കുന്നത്. കോൺഗ്രസിനുള്ളിൽ തർക്കങ്ങളും പൊട്ടിത്തെറികളും എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അന്നൊക്കെ കോൺഗ്രസിന് അധികാരത്തിൽ എത്തുന്നതിന് അതൊന്നും തടസ്സമായിരുന്നില്ല. നേതാക്കൾ തമ്മിൽ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയെ ജനങ്ങൾ ഏറ്റെടുക്കുകയും അധികാരത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ ആൾക്കൂട്ടത്തിന്റെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് ആൾക്കൂട്ടങ്ങൾ എവിടെയും ഇല്ലെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോൾ പണിയെടുക്കാതെ കോൺഗ്രസ് വിജയിക്കുമെന്നത് എളുപ്പമല്ല. കൂട്ടത്തിൽ ആരാണ് മികച്ചത്, ആരാകും മുഖ്യമന്ത്രിയാകുക തുടങ്ങിയ തർക്കങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ ഇന്നുള്ളത്. സർക്കാരിനെതിരായ ജനവികാരം വളർത്തി വലുതാക്കുന്നതിലും ചർച്ചയ്ക്ക് വെക്കുന്നതിലും പ്രതിപക്ഷം പാളിപ്പോകുന്ന സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന UDF രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും വലിയ തോതിലുള്ള തർക്കങ്ങളായിരുന്നു ഉടലെടുത്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരെ യോഗത്തിൽ കടുത്ത വിമർശനമുണ്ടായി. പ്രതിപക്ഷ നേതാവ് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. AP അനിൽകുമാറും ശൂരനാട് രാജശേഖരനുമാണ് പ്രധാനമായും വിമർശനമുന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ സതീശനും അനിൽകുമാറും പരസ്പരം കൊമ്പുകോർക്കുന്ന സ്ഥിതി വരെയുണ്ടായി. ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുന്നുവെന്ന പരാതിയും യോഗത്തിലുണ്ടായി. സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ തർക്കങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ചുമതല ഒഴിയുമെന്ന സംസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വമുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പോലും പറയേണ്ടി വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള പിടിവലിയിൽ രൂക്ഷമായ വിമർശനമാണ് യോഗത്തിലുണ്ടായത്. മുഖ്യമന്ത്രി ആരാവണം എന്നതിനെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ചർച്ചകൾ അനാവശ്യമാണെന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ പറഞ്ഞു. യോജിച്ച തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ അഭിപ്രായമുയർന്നു. KPCC പുനഃസംഘടനയിൽ വ്യക്തമായ നിലപാട് വേണമെന്നും നേതാക്കൾ പറഞ്ഞു. 1.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ചേർന്ന കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലായിരുന്നു നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടിയത്. തുടർച്ചയായി കോൺഗ്രസ് കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിപക്ഷത്തു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും അധികാരത്തിൽ എത്തുക എന്നത് അങ്ങേയറ്റം നിർണായകവുമാണ്. പ്രധാനമായും പ്രതിപക്ഷ നേതാവും പാർട്ടിയും 2 തട്ടിലാണ്. പ്രതിപക്ഷ നേതാവ് തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നീക്കുന്നുവെന്ന വിമർശനമാണ് നേതൃത്വത്തിൽ പലർക്കും ഉള്ളത്. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അത്ര രസത്തിലല്ല. ഇരുവർക്കുമിടയിലെ തർക്കം പലയാവർത്തി പുറം ലോകത്തേക്ക് എത്തിയിട്ടുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിന് അത് അതിജീവനത്തിന്റെ കൂടി പോരാട്ടമാണ്. ഏത് വിധേനയും അധികാരത്തിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അത് കോൺഗ്രസിന് നൽകുക കനത്ത പ്രഹരം തന്നെയാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയും അധികാരത്തിൽ എത്താനുള്ള പരിശ്രമങ്ങൾ കോൺഗ്രസ് തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. കേരളത്തിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ പോലും തയ്യാറാക്കിയിരിക്കുന്നതായാണ് ലഭിക്കുന്ന വിവരം. വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് നീക്കം. കർണാടക മോഡൽ വാർ റൂം സജ്ജീകരണങ്ങളോടെയാണ് കേരളത്തിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുന്നത്. അതുപോലെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം സ്ഥാനാർത്ഥികൾ വേണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിക്കുന്നത്. കാലാകാലങ്ങളായി മത്സരിക്കുന്ന സ്ഥിരം സ്ഥാനാർത്ഥികൾ ചുരുങ്ങിയത് 30 സീറ്റുകളിലെങ്കിലും പാർട്ടിയുടെ അഡ്രസ് പോലും ഇല്ലാതാക്കിയെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്ക് ഒട്ടും സ്വീകാര്യത ഇല്ലാത്തവരും ഗ്രൂപ്പിന്റെയും ഗോത്രത്തിന്റെയും പേരിൽ സ്ഥാനാർത്ഥികളായി മാറുന്നു. പലർക്കും പരാജയം ഉറപ്പാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്തെ ചില ലാഭങ്ങളിലാണ് നോട്ടം. ജനസമിതി തീരെ കുറവായിട്ടും സ്ഥാനാർത്ഥി കുപ്പായം ലഭിക്കുന്നതിൽ പ്രമുഖ നേതാക്കളുടെ പ്രീതിയും അവർക്ക് അനുകൂലമാകുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ചുരുങ്ങിയത് 2-3 സീറ്റുകളിലെങ്കിലും ഇത്തരത്തിലുള്ള സ്ഥിരം സ്ഥാനാർത്ഥികൾ കെട്ടിയിറക്കപ്പെടാറുണ്ട്. തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമാണ് ഇവരെ പലരും കാണാറുള്ളത് പോലും. അല്ലാത്തപ്പോഴൊക്കെ ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇത്തരം സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം വരുന്നതിൽ പ്രവർത്തകർക്കും വലിയ തോതിലുള്ള അമർഷമുണ്ടായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാണ് ദേശീയ നേതൃത്വം പുതിയ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കടക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്ത് ഒരു സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ച് സർവേകൾ നടത്തിയതായും അറിയുന്നു. കഴിവും പ്രാപ്തിയുമുള്ള നിരവധി ചെറുപ്പക്കാരും സ്ത്രീകളും പുതുമുഖങ്ങളും നിൽക്കുമ്പോഴാണ് സ്ഥിരം സ്ഥാനാർത്ഥികൾ തോൽക്കുവാൻ വേണ്ടി മത്സരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒഴിവാക്കുവാനാണ് ദേശീയ നേതൃത്വത്തിന്റെ ഈ നീക്കം.
അപ്പോഴും നേതൃത്വത്തിന് ചില ആശങ്കകൾ ഉണ്ട്. കാലങ്ങളോളം MP-യും MLA-യും കേന്ദ്രമന്ത്രിയുമായിട്ടും ഒരു തവണ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിലാണ് KV തോമസ് കോൺഗ്രസ് വിടുന്നത്. അത്തരത്തിൽ ആരെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പാർട്ടി വിട്ടാൽ അതുണ്ടാക്കുന്ന ക്ഷീണവും ചെറുതല്ലെന്ന് നേതൃത്വത്തിനറിയാം. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെയാണ് നേതൃത്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ സർക്കാരിനെതിരെ ഒട്ടേറെ വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിനുള്ളിലെ അധികാര തർക്കം വീണ്ടും തുടർഭരണത്തിന് വഴിയൊരുക്കുവാനാണ് സാധ്യത. വിലക്കയറ്റവും ക്ഷേമ പദ്ധതികളുടെ അഭാവവും സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ജനവികാരം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. കോടതികൾ പോലും സർക്കാരിനെ വലിയ തോതിൽ പല ഘട്ടത്തിലും വിമർശിച്ചിട്ടുണ്ട്. CPM സമ്മേളനങ്ങൾ പോലും സർക്കാരിനെതിരെ മോശം വിലയിരുത്തലാണ് നടത്തിയിട്ടുള്ളത്. CPM അണികളും കടുത്ത നിരാശയിൽ തന്നെയാണ്. എന്നാൽ സാഹചര്യം ഇതൊക്കെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് 1.5 വർഷക്കാലം മാത്രം ബാക്കി നിൽക്കുമ്പോൾ കോൺഗ്രസിനുള്ളിലെ പടലപ്പിണക്കങ്ങളും അധികാരത്തിന് വേണ്ടിയുള്ള യുദ്ധങ്ങളും വീണ്ടും ഇടതിന്റെ തുടർഭരണത്തിന് കളമൊരുക്കുകയാണ്. വരുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ ഗ്രൂപ്പുകളുടെ കരുത്ത് തെളിയിക്കാനുള്ള അവസരങ്ങൾ കൂടിയായിട്ടാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. തെരഞ്ഞെടുപ്പിന് 1.5 വർഷം മാത്രം ബാക്കി നിൽക്കെ ഇതാണ് UDF-ലെ സ്ഥിതിയെങ്കിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴും സീറ്റ് നിർണയത്തിലും എന്താകുമെന്നാണ് ഭരണമാറ്റം ആഗ്രഹിക്കുന്നവരെല്ലാം ആശങ്കപ്പെടുന്നത്.